കുഞ്ഞി സാധനത്തിനാണോ ഇത്രയും രൂപ വാങ്ങിയത്? എന്നാണെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് കൊള്ളും കൂടെ ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. ഹലോ, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ സുന്ദരികൾക്കും സുന്ദരികളാവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി കുറച്ച് അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ചാൻ അടിച്ചു കേട്ടോ. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ നൈക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നൈക്ക പാക്കറ്റ് പൊട്ടിക്കുന്നത് എനിക്ക് തീരെ പിടിക്കത്തില്ലാത്ത കാര്യം കേട്ടോ. ഒന്നാമത് ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകട്ടി പാക്കിംഗ് ആണ് ഗൈസ്. എൻ്റെ കഴുത്ത് ചെറുതായിട്ടൊന്ന് ഉളുക്കിയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഒരു സൈഡ് വലിവ്. ഇതെന്താ സാധനം ചെറുതാണെങ്കിലും പാക്കിംഗ് ഒക്കെ ഭയങ്കരമാണേ. ഇതൊന്ന് SPF ആണ്, ഡോട്ട് ആൻഡ് കീയുടെ SPF ആണ്. ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ബ്രാൻഡിൻ്റെ SPFകളാണ് ഇനി വാങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. കാരണം നമുക്ക് റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ നമുക്കൊരു ആൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഡോട്ട് ആൻഡ് കീ എങ്ങനെയുണ്ടെന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. ഇനി ഒരു പാക്കറ്റും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കസ്തൂരി മഞ്ഞൾ ഇതാണെന്ന് പറഞ്ഞ് അരച്ച് മുഖത്ത്, ഇത്രയാളും ഞാനതായിരുന്നു കേട്ടോ അരച്ച് മുഖത്തിട്ടുണ്ടിരുന്നത്, അത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ട് കുറേ പേര് കമൻറ്റ്സ് ചെയ്തു അതല്ല കസ്തൂരി മഞ്ഞൾ വേറെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് നൈക്കിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കസ്തൂരി മഞ്ഞൾ. ഇത് ഷീഷ എന്ന് പറയുന്നൊരു ആയുർവേദ ബ്രാൻഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ പറയാം. പിന്നെ ഒരു പാക്കറ്റും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനൊരു സ്പെഷ്യൽ പാക്കറ്റൊക്കെ ആർക്കറിയാം. നൈക്കയുടെ ഓരോ ബോക്സും ഓരോ രീതിയിലാണ് വരുന്നത്. ഇത് കുറച്ച് ലക്ഷറി പാക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. ക്ലിനിക്കിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത്രയും കുഞ്ഞി സാധനത്തിനാണോ ഇത്രയും രൂപ വാങ്ങിയത്? നോക്കട്ടെ. ക്ലിനിക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് 2950 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഏകദേശം 3000 റുപ്പീസാണ് ഇതിന് വരുന്നത്. എൻ്റെ അമ്മച്ചി, ഞാനൊരു ഇത്രയെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ എത്ര ml ആണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ലായിരുന്നു. ഇത് ഭയങ്കരം തന്നെ കേട്ടോ. നമുക്ക് എന്നാണെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് കൊള്ളും കൂടെ ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സൺസ്ക്രീൻ. ഇതിന് എന്താ പ്രത്യേകത ഉള്ളതെന്ന് എനിക്കറിയില്ല. SPF 50, UVA, UVB, പിന്നെ മിനറൽ സൺസ്ക്രീൻ ഫ്ലൂയിഡ് ഫോർ ഫേസ്, ഓൺലി ഫോർ ഫേസിന് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഫോർമുല അങ്ങനെ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ അത്ര സെൻസിറ്റീവ് അല്ല, എൻ്റെ നോർമൽ സ്കിന്നാണ്. ഇത് എനിക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളറ്. കുറച്ചൊരു വൈറ്റ് ഷീൽഡ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു നോട്ടത്തിൽ. ഇല്ലേ, ആൽഫയാണ് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇല്ല ആൽഫ, കുറച്ചൊരു വൈറ്റ് ഷീൽഡ് വരുന്നുണ്ട്. പക്ഷെ പിന്നെ അത് ആ സ്കിന്നുമായിട്ടങ്ങ് ബ്ലെൻഡായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മണമോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് മറ്റേ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് വൈറ്റമിൻ C ആൻഡ് E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണ്. വാട്ടർ ലൈറ്റ് SPF 50 PA+++. പിന്നെ UVA, UVB, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഈ പറയുന്നതൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യണ്ടേ. എനിക്ക് ഏതൊരു പ്രൊഡക്റ്റും മേടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മിനിമം ഒരു സ്മെല്ലെങ്കിലും ഒരു ഫ്രാഗ്രൻസ് എങ്കിലും വേണം. അതെനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അത് ഏകദേശം ഒരു 3000 ആ റേഞ്ചിൽ വരുന്ന സൺസ്ക്രീനാണ്. പക്ഷേ സൂപ്പർ സൺസ്ക്രീനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതെന്നൊരു ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ ട്യൂബ്. പക്ഷേ ഇത് ക്ലിനിക്കിൻ്റെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞു ട്യൂബാണ്. നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത്. ഇനി അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്? കുറച്ചൊരു ഓയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലിനിക്കിൻ്റെ. ഇനി നമുക്ക് ഡോട്ട് ആൻഡ് കീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നിട്ട് 495 രൂപയാണ്, 495. ആ ഒരു പ്രൈസിന് ഇത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. ഇത്രയും ഉണ്ട് സാധനം. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതും അങ്ങനത്തെ ഒരു വൈറ്റ് ഷീൽഡ് വരുമോയെന്നറിയില്ല, ഒരു വൈറ്റ് കളറാണ്. ഭയങ്കര മിൽക്കിയാണ് കേട്ടോ, ഭയങ്കര ഒരു മിൽക്ക് ടെക്സ്ചറാണ്. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്.
പക്ഷേ ഇത് ഭയങ്കര എന്താ ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്, കാരണം മിൽക്കി ടെക്സ്ചർ ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്. ഈ കയ്യിൽ നമ്മൾ ക്ലിനിക്കിൻ്റെ SPF ആണ് ഇട്ടത്, ഈ കയ്യിൽ നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ SPF ആണ് ഇട്ടത്. ഈ കൈ കുറച്ച് സോഫ്റ്റ് ആൻഡ് സപ്പിൾ, കുറച്ചൊരു എന്താ പറയുക സ്കിൻ ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കയ്യിൽ അങ്ങനെയല്ല, എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഈ ക്ലിനിക്കിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഷീൽഡ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഡിപ്പെൻഡ് സ്കിൻ ടോൺ അനുസരിച്ച് ഈ വൈറ്റ് ഷീൽഡ് വരുന്നതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അത്തല്ല എഴുതിയിട്ടില്ലേ ആൽഫ വൈറ്റ് ഷീൽഡ് വരില്ല എന്നൊക്കെ, വൈറ്റ് കാസ്റ്റ് ഇല്ല. അതെ, അതങ്ങനെ വരില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡിപ്പെൻഡ് സ്കിൻ ടോൺ അത് വേരി ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മങ്ങിയിട്ട് അത് നോർമൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഒരു മയമുള്ള വൈറ്റ് കാസ്റ്റ് ആണ് അല്ലേ? ഒരു വൃത്തിയുണ്ട്, വൃത്തികേടായിട്ടുള്ളതല്ല. ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഡോട്ട് ആൻഡ് കീ ഒന്ന് ഇട്ട് നോക്കാം. ഇത് ഭയങ്കര മിൽക്കി ടെക്സ്ചർ ആണല്ലേ? ഭയങ്കര സ്മൂത്ത് ആണ്, കുറച്ച് ലൈറ്റാ. ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട് അല്ലേ? എന്നാലും ഓക്കെ ആണല്ലേ? മറ്റേ കഴിയുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടോ, ഇത് മറ്റേ അത്രയും വൈറ്റ് കാസ്റ്റ് വരുന്നില്ല. അത് ശരിയാ. രണ്ടും കാണിച്ച് ശരിയാ. നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിയാ. ഇത് ഒട്ടും അഫോർഡബിൾ അല്ല. ഇത് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. രണ്ടും ഒരു പർപ്പസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ടെക്സ്ചർ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആ ഒരു ആഫ്റ്റർ റിസൾട്ട് വ്യത്യാസമുണ്ടോ, എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ സ്കിന്ന് എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മളിത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഡ്രൈ സ്കിന്നിനൊക്കെ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. മിൽക്കി ടെക്സ്ചറാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ വന്നിട്ട് നോർമൽ ടു ഓയിലി സ്കിന്നിന് കുറച്ചുകൂടെ നല്ലതാണ്. അധികം എന്താ പറയുക ഭയങ്കര ഓയിലി ആ ഒരു ലൈക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് രണ്ടും നല്ലതാണ് കേട്ടോ. അധികം ഓയിലി പ്രോഡക്റ്റ് അല്ല ഇത് രണ്ടും ആക്ച്വലി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച പ്രോഡക്റ്റ്സ്. ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. ഇതൊക്കെ വാങ്ങി വെക്കുന്നതല്ലാതെ എപ്പോൾ തേക്കുന്ന എനിക്കറിയത്തില്ല കേട്ടോ. ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് കേട്ടോ. ശരിയാട്ടോ, മറ്റേ ആ ഒരു മഞ്ഞളുടെ അത്ര മഞ്ഞ കളറില്ല, ബ്രൈറ്റ് മഞ്ഞ കളറില്ല, ഒരു ചന്ദനത്തിൻ്റെ നിറമാണ്. കുത്തിയുള്ള മണമൊന്നുമില്ല, ഒരു ആവറേജ് മണമൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞളിൻ്റെ ഒരു കൈൻഡ് ഓഫ് മണമുണ്ട്. ഇതൊക്കെ ഇട്ട് ഒന്ന് ബ്രൈറ്റ് ആയേക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ബൈ.